ഇല്ല, എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ തീരുമാനവും എടുക്കാൻ. അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് പാർട്ടി സ്വീകരിച്ചിട്ട നയം. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിലെ ഒരു പാക്കേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പാക്കേജിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ വരുത്തണമെങ്കിൽ അത് മാറ്റുന്നതിന് വിരോധമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പാക്കേജ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. അത് എല്ലാവരും അംഗീകരിച്ചു. കാരണം യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞ 2 മാസമായിട്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഇനി ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ശ്രീ ജനീഷിൻ്റെ നേതൃത്വത്തിൽ ശ്രീ അവിൻ വർക്കിയുടെ ഒക്കെ സഹായത്തോടു കൂടെ ശക്തമായ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. അതൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് ഹൈക്കമാൻഡ് അക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് അബിൻ വർക്കിയും, എന്നാൽ ദേശീയ തലത്തിൽ കേരളത്തിൽ ഇന്ന് തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമെന്ന് KPCC പ്രസിഡന്റ് പറയും. ഇതൊക്കെ പ്രായോഗികമാണോ? അതിനെന്താ, കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സവുമില്ല. നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും, എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും. ഒരിക്കലുമല്ല. അദ്ദേഹം അങ്ങനെ അച്ചടക്ക ലംഘനം നടത്തുന്ന ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ അസറ്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം 100% പാർട്ടി പ്രയോജനപ്പെടുത്തും. മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് പരിഗണനയുണ്ടാവും.